നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം രൂക്ഷമാകുന്നതിനിടെ പ്രകോപനപരമായ പ്രസ്താവനയുമായി ഇസ്രായേൽ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ ഇന്ന് രാത്രി ടെഹ്റാൻ കത്തിക്കുമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടിയായി ഇറാൻ മിസൈൽ വർഷം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഇസ്രായേലും യുഎസും ചേർന്ന് ഇറാനെതിരെ സൈനിക നീക്കം തുടങ്ങിയത്. തുടർന്ന് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ ആരംഭിച്ച് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച വെടിനിർത്തൽ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ഇതോടെ ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇന്ന് രാത്രി ടെഹ്റാൻ കത്തിക്കുമെന്ന് ഇറ്റാമർ ബെൻഗ്വിർ ആഹ്വാനം ചെയ്തത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഇറാനിലെ ഇന്ത്യൻ എംബസി. നിലവിൽ ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ ഗതാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം. ഇന്ത്യൻ പൗരന്മാർ ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും എംബസി കർശന നിർദ്ദേശം നൽകി. ഒരിടവേളയ്ക്ക് ശേഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പൂർവാധികം ശക്തിയോടെ പുനരാരംഭിച്ചെന്ന് റിപ്പോർട്ടുകൾ. ഇന്ന് രാത്രി ടെഹ്റാൻ കത്തിക്കുമെന്ന് ഇസ്രായേലി തീവ്രപക്ഷ പ്രതിനിധിയും സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗ്വിർ ആഹ്വാനം ചെയ്തിരുന്നു. ഞായറാഴ്ച രാത്രി ഇരു രാജ്യങ്ങളും തമ്മിൽ കടുത്ത ആക്രമണം നടന്നു. പരസ്പരം നിരവധി മിസൈലുകൾ തൊടുത്തതോടെയാണ് ലോകം വീണ്ടും യുദ്ധമുൻപിലായത്. സൂര്യനെല്ലിയിൽ കാട്ടാനാക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനം വകുപ്പിനെതിരെ ജനരോക്ഷം ഇരമ്പുന്നു. മകനെ സ്കൂളിൽ വിടാൻ പോകുമ്പോഴാണ് മാരി എന്ന യുവതിയെ കാട്ടാന ആക്രമിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകുന്നതിനിടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു. ഒരാനയാണ് ചത്തതെങ്കിൽ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയേനെ. പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ജീവൻ നഷ്ടമായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. വന്യമൃഗ ശല്യത്തിന് പരിഹാരം കാണാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഡിഎഫ്ഒയും വനമന്ത്രിയും സ്ഥലത്തെത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. BJP സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ സംസ്ഥാനത്ത് നിന്ന് 4800 ബംഗ്ലാദേശികളെ തിരിച്ചയച്ചെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. 836 പേരെ അതിർത്തി ജില്ലയിലെ തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്താകെ 556 കിലോമീറ്റർ ദൂരത്തിലാണ് അതിർത്തിയിൽ വേലി നിർമ്മിക്കേണ്ടത്. ആദ്യഘട്ടമായി 100 കിലോമീറ്റർ നീളത്തിലുള്ള ഭൂമി വേലി നിർമ്മാണത്തിനായി BSFന് കൈമാറി. തൃണമൂൽ സർക്കാരിന്റെ കാലത്ത് മുടങ്ങിപ്പോയ ജനസംഖ്യാ കണക്കെടുപ്പ് ഓഗസ്റ്റിൽ പുനരാരംഭിക്കണമെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം നടന്ന പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ മതിൽ ഇടിഞ്ഞു വീണു. ക്ലാസ് മുറികളോട് ചേർന്നുള്ള മതിലാണ് ശക്തമായ മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണത്. മതിലിന്റെ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് ചിതറിക്കിടക്കുന്നത് കാരണം ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. സമീപത്തെ മറ്റു മതിലും ഇടിയുമെന്ന സ്ഥിതിയിലാണെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് മതിൽ ഇടിഞ്ഞു വീണത്. ഈ സമയം കുട്ടികൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. അതേസമയം മതിൽ അപകടാവസ്ഥയിലാണെന്ന് നേരത്തെ അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന് രക്ഷിതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി VD സതീശൻ ഈ സ്കൂളിലാണ് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ചൊവ്വാഴ്ച രാത്രി മുതൽ ജൂലൈ 31 വരെയുള്ള 52 ദിവസത്തേക്കാണ് നിരോധനം. ഇതോടെ ഇൻബോർഡ് വള്ളങ്ങൾ ഒഴികെയുള്ള ട്രോൾ ബോട്ടുകൾ കടലിൽ പോകുന്നത് പൂർണ്ണമായും വിലക്കി. അതേസമയം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനം ബാധകമല്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ കേരള തീരം വിട്ടു പോകണമെന്നും നിർദ്ദേശമുണ്ട്. നിരോധനം കർശനമായി നടപ്പിലാക്കാൻ ഫിഷറീസ് വകുപ്പ്, കോസ്റ്റ് ഗാർഡ്, മറൈൻ പോലീസ് എന്നിവരുടെ സംയുക്ത പെട്രോളിംഗ് ശക്തമാക്കും. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്വേഷണത്തിനിടെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനാണ് പിന്മാറിയത്. ഇതോടെ ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. കേസിന്റെ വിചാരണ ഘട്ടത്തിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിരുന്നു. കേസ് അട്ടിമറിക്കാനായി ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അതിജീവിത ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. മുതിർന്ന നേതാവും രാജ്യസഭാ അംഗവുമായ സുഖേന്ദു ശേഖർ റോയ് പാർട്ടി വിട്ടു. തൃണമൂൽ അധ്യക്ഷയും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഡൽഹിയിൽ തുടരുന്നതിനിടെയാണ് സുഖേന്ദു ശേഖറിന്റെ രാജി. അതിനിടെ വിമത MPമാർ സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ നീക്കം ആരംഭിച്ചു. വിമതർ ഉടൻ തന്നെ ലോക്സഭാ സ്പീക്കറെ കാണുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പിളർപ്പൊഴിവാക്കാൻ മമതയുടെ നേതൃത്വത്തിൽ നീക്കം തുടങ്ങിയിട്ടുണ്ട്. നേഴ്സുമാരുടെ വസ്ത്രധാരണത്തിൽ വിവാദ പ്രസ്താവനയുമായി ബോളിവുഡ് നടിയും MPയുമായ കങ്കണ റണാവത്ത്. നേഴ്സുമാരുടെ വസ്ത്രധാരണ രീതി ബ്രിട്ടീഷ് കാലത്തേതാണെന്നും നേഴ്സുമാരുടേത് ഏറ്റവും ലൈംഗികവത്കരിക്കപ്പെട്ട തൊഴിലാണെന്നും കങ്കണ പറഞ്ഞു. പുതിയ സിനിമയുടെ റിലീസിന് മുന്നോടിയായി നടന്ന ചടങ്ങിലാണ് താരം ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. 1ഉം 2ഉം ലോക മഹായുദ്ധകാലത്തെ US സേനയുടെ നേഴ്സുമാരുടെ രീതിയാണ് പിൻവെച്ച് കുത്തിവെക്കുന്ന തൊപ്പി ഉൾപ്പെടെയുള്ളവ. ഇവരുടെ വേഷം ഭാരതീയ രീതിയിലേക്ക് മാറ്റണമെന്നും കങ്കണ ആവശ്യപ്പെട്ടു.
കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. വടകര SP ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യൽ. മുൻ അന്വേഷണ സംഘം നേരത്തെ റിബേഷിനെ ചോദ്യം ചെയ്തെങ്കിലും എവിടെ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്ന് റിബേഷ് വെളിപ്പെടുത്തിയിരുന്നില്ല. തുടർന്ന് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താനായില്ലെന്ന് റിപ്പോർട്ട് മുൻ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ UDF സർക്കാർ അധികാരം ഏറ്റെടുത്തതോടെ കേസിൽ SIT അന്വേഷണം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം മനീഷ്, അതുൽ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ് അതുലും മനീഷും. അതേസമയം ചോദ്യം ചെയ്യലിന് മുന്നോടിയായി റിബേഷ് രാമകൃഷ്ണനെ DYFI ഭാരവാഹിത്വം ഒഴിഞ്ഞിരുന്നു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.